നീറ്റ് എക്സാമിനേഷന്റെ റിസൾട്ട് വരാനിരിക്കുന്നു. തന്നെ ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം കീമിന്റെ എഞ്ചിനീയറിംഗിന്റെയും ഫാർമസിയുടെയും ആർക്കിടെക്ചറിന്റെയും റാങ്ക് പുറത്തുവിടാനുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം കീമില് എഞ്ചിനീയറിംഗിന്റെയും ഫാർമസിയുടെയും ആർക്കിടെക്ചറിന്റെയും റാങ്കുകൾ വരും. ഈ റാങ്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധ്യതകൾ എന്താണ്? ഗവൺമെന്റ് ആണോ കിട്ടുക, സെൽഫ് ഫിനാൻസ് ആണോ കിട്ടുക? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആണെങ്കിൽ അതിൽ ഏതൊക്കെയാണ് മികച്ചത്? ദെൻ സെൽഫ് ഫിനാൻസ് ഗവൺമെന്റ് കോളേജുകളുണ്ട്, അതിന്റെ ഒരു ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ കോളേജുകൾ പ്രിഫർ ചെയ്യുമ്പോൾ ഏതിനൊക്കെയാണ് ഏറ്റവും മികച്ചത് എന്ന നിലയ്ക്ക് ഏതൊക്കെ പ്രിഫർ ചെയ്യണം, ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ്? 141 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏതാണ് ഏറ്റവും മികച്ചത്? ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കണം. അത് അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കണം. മെഡിസിന് വരുമ്പോൾ മെഡിസിൻ ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് സീറ്റുകളുണ്ട്, കോളേജുകളുണ്ട്. എന്ന് വെച്ചാൽ 400-ലധികം കോളേജുകളിൽ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ചില സ്റ്റേറ്റുകളിൽ ഫീസ് വളരെ കുറവാണ്, ചില സ്റ്റേറ്റുകളിൽ ഫീസ് ഭയങ്കര കൂടുതലാണ്. 1.5 ലക്ഷം രൂപ ഫീസ് വരുന്ന കോളേജുകളുണ്ട്, 3 ലക്ഷത്തിനടുത്ത് ഫീസ് വരുന്ന ഗുജറാത്തിലെ ചില കോളേജുകളുണ്ട്. ദെൻ അതേ സമയത്ത് വെറും 13,000 രൂപ ഫീസ് വരുന്ന കോളേജുകളുണ്ട്. എയിംസുകൾ വരുന്നുണ്ട് ഈ കൂട്ടത്തിൽ. ഇനി എയിംസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ AFMCയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇതിലാണ് വരുന്നത്, രജിസ്ട്രേഷൻ ഇതിലാണ് വരുന്നത്. പക്ഷേ AFMCയുടെ സെലക്ഷൻ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. ദെൻ അങ്ങനെ ഓരോന്നും. ദെൻ കോളേജുകളുടെ കാര്യത്തിൽ ജിപ്മർ പോലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ദെൻ ഓൾ ഇന്ത്യ മെഡിക്കൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്നുണ്ട്, നഴ്സിംഗ് വരുന്നുണ്ട്, ഡെന്റിസ്ട്രി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് സ്റ്റേറ്റിന് പ്രാധാന്യം കൊടുക്കണം? കേരളം കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ് ഏതാണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്? ദെൻ അത് കഴിഞ്ഞാൽ ഓരോ ഓർഡർ അനുസരിച്ച് നമ്പർ ഓഫ് കോളേജസ് എത്ര വരെ കൊടുക്കാം, ദെൻ ഏത് വരെ പോവാം, എല്ലാ സ്റ്റേറ്റും കൊടുക്കാൻ പറ്റുമോ, കൊടുത്താൽ ഓരോ സ്റ്റേറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, യാത്രാ സൗകര്യങ്ങൾ, കൺവേയൻസ്, പോയി വരാൻ പറ്റുന്ന യാത്രാ സൗകര്യങ്ങളും ദൂരവും എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ കോളേജ് കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഇതിനൊക്കെ കുറിച്ച് ഭയങ്കര ആശങ്കകൾ ഉണ്ടാവും. ഇനി പൊതുവെ ഈ എഞ്ചിനീയറിംഗിൽ തന്നെ ഏതൊക്കെയാണ്? ഇലക്ട്രോണിക്സ് എടുക്കണോ? കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ട്രെൻഡ് ഇങ്ങനെ പതുക്കെ താഴോട്ട് പോകുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഡൈവേഴ്സിറ്റി റിലേറ്റീവ്ലി കുറവാണ്. ലൈക്ക് കോഡിങ്ങിലേക്കും അതുപോലെ തന്നെ AI ഡേറ്റ പോലുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്യാനും AI തന്നെ സച്ച് എടുക്കേണ്ടതുണ്ടോ, അതോ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് പിന്നീട് AI-ലേക്കും ഡേറ്റയിലേക്കും മാറിയാൽ മതിയോ? ദെൻ ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ പിന്നെന്ത്? ഈ പ്രാവശ്യം കുറച്ചുകൂടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രാധാന്യവും ആളുകളുടെ ഒരു പ്രിഫറൻസ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. IT ഓറിയന്റേഷനിലേക്ക് പോവുകയും ചെയ്യാം, അതോടൊപ്പം ഓട്ടോമേഷനും റോബോട്ടിക്സും മെക്കട്രോണിക്സും, ദെൻ ഈവൻ വേണമെങ്കിൽ എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് വരെ പോവാം. ഇനി ഇലക്ട്രിക്കൽ, പ്രത്യേകിച്ച് എനർജിയായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലുള്ള മാറ്റങ്ങൾ, പുതിയ ട്രെൻഡുകൾ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ നല്ല ഓപ്ഷനാണ്. ദെൻ അങ്ങനെ അത് ആണോ, അങ്ങനെയാണോ? അതിൻ്റെ ഒരു ഡൈവേഴ്സ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദെൻ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും അല്ലാത്ത മറ്റ് ബ്രാഞ്ചുകൾ ഏതൊക്കെ? കെമിക്കൽ എടുക്കാം, മെക്കാനിക്കൽ എടുക്കാം, സിവിൽ എടുക്കാം. ഈ 6 ബ്രാഞ്ചുകളും മറ്റ് ബ്രാഞ്ചുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇനി എടുക്കുമ്പോൾ പ്രിഫറൻസ് വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾക്കും ഓരോ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാവും, പഠനത്തിലും ജോബിലും. അതിനനുസരിച്ച് എങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യണം? കോളേജുകൾ 3 ടൈപ്പാണുള്ളത്. ഒന്ന് ഗവൺമെന്റ് കോളേജുകളുണ്ട്, ഗവൺമെന്റ് സെൽഫ് ഫിനാൻസ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. അതിൽ തന്നെ ഫീസ് കോഷൻ ഡെപ്പോസിറ്റ് വരുന്ന കോളേജുകളുണ്ട്. ഈ കോളേജുകളുടെ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്? ഓരോ ബ്രാഞ്ചിനും അനുസരിച്ച്. ഇപ്പൊ ചിലയിടത്ത് ഇലക്ട്രോണിക്സ് നല്ലതാണ്, ചിലയിടത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ് നല്ലത്. കമ്പ്യൂട്ടർ സയൻസ് നന്നാവുന്ന കോളേജുകളിൽ ഇലക്ട്രോണിക്സിന് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല. ട്രിവാൻഡ്രം കഴിഞ്ഞാൽ TKM കൊടുക്കണോ അതോ തൃശ്ശൂർ കൊടുക്കണോ? ദെൻ ട്രിവാൻഡ്രവും TKM തൃശ്ശൂരും കഴിഞ്ഞാൽ പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊടുക്കണോ, അതല്ല കോട്ടയം രാജീവ് ഗാന്ധി കൊടുക്കണോ? ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങളും ആശങ്കകളും നിങ്ങൾക്കുണ്ടാവും. ഓൾ ഇന്ത്യയിലെ മെഡിക്കൽ നമ്മൾ ഒരു കട്ട് ഓഫ് വരുന്നതിനനുസരിച്ച് ബോർഡർ ലൈൻ സ്കോറാണ് വരുന്നതെങ്കിൽ മെഡിസിൻ കിട്ടില്ല, അല്ലെങ്കിൽ BDS ഗവൺമെന്റ് കിട്ടില്ല. എങ്കിൽ നഴ്സിംഗ് ഓൾ ഇന്ത്യയിൽ കൊടുക്കണോ, അതല്ല കേരളത്തിലെ നീറ്റ് കൺവേർട്ട് ചെയ്ത് കേരള റാങ്ക് വരുമ്പോൾ അതിൽ അഗ്രികൾച്ചർ കൊടുക്കണോ, ഫോറസ്ട്രി കൊടുക്കണോ, ഫിഷറീസ് കൊടുക്കണോ, വെറ്റിനറി കൊടുക്കണോ? ഇനി അല്ല ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സ് നിലക്ക് ആയുർവേദയാണോ ഹോമിയോ ആണോ റിലേറ്റീവ്ലി നല്ലത്? ഇനി ആയുർവേദം ഹോമിയോ നമ്മുടെ വ്യത്യാസം എന്താണ്? അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ദെൻ അഗ്രികൾച്ചറും ഫോറസ്ട്രിയും കൺസിഡർ ചെയ്യുമ്പോൾ അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കണം, ഫോറസ്ട്രിക്ക് പ്രാധാന്യം കൊടുക്കണം. രണ്ട് നമ്മുടെ വ്യത്യാസം എന്താണ്? ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എന്താണ്? ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. കോളേജുകളുടെ ഫീസ് ഘടനയിൽ രസകരമായ മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ചിലത് വളരെ കുറഞ്ഞ ഫീസ്
വരുന്നുണ്ട്, ഭയങ്കര കൂടിയ ഫീസിൽ വരുന്നതുമുണ്ട്. 3 ലക്ഷം 4 ലക്ഷം ഫീസ് വരുന്ന കോളേജുകളുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്നാൽ 13,000 വരുന്നതുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി AFMC ആയിട്ട് ബന്ധപ്പെട്ട അലോട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ. ഇനി അഡ്മിഷൻ കിട്ടി, അലോട്ട്മെന്റ് കിട്ടി, 1ാം ഘട്ട അലോട്ട്മെന്റ് 2ാം ഘട്ട അലോട്ട്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കേരളവും ഓൾ ഇന്ത്യയും തമ്മിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ മൗലികമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ കൃത്യമായി ചെയ്തില്ലെങ്കിൽ, കോളേജ് പ്രിഫറൻസ് നന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ മികച്ച കോളേജ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും, ഇനി അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഡോക്യുമെന്റ് എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ദെൻ ഡോക്യുമെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ദെൻ അലോട്ട്മെന്റ് പ്രോസസ്സിലെ ഫീസ് അടക്കേണ്ടത് എങ്ങനെയാണ്, കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവും. ഓരോ കോഴ്സുകളുടെയും സ്കോപ്പ്, സാധ്യതകൾ, സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിൽ ഏതൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് പോവാം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കരിയർ ഗുരുവിന്റെ ആസ്ക് ഗുരു എന്ന് പറഞ്ഞ പരിപാടി. ദെൻ അലോട്ട്മെന്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതും കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മൾ പതിവായിട്ട് എല്ലാ വർഷവും ചെയ്തു വരുന്നൊരു ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട്. കോഴിക്കോടും കണ്ണൂരും മലപ്പുറം ജില്ലയിലുമായിട്ടാണ് ആ പരിപാടികൾ നടത്താറ്. ഈ വർഷം തൽക്കാലം നമ്മൾ ഓഫ്ലൈൻ പ്രോഗ്രാം വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. ഒരു പക്ഷെ അടുത്ത കൊല്ലം നമ്മൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തേക്കാം. എന്തായാലും ഓഫ്ലൈൻ പ്രോഗ്രാമിന് പകരം ഇങ്ങനെ ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ കാര്യമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻട്രോ പ്രോഗ്രാം സെഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സംശയങ്ങൾ തീർക്കുക, നമ്മൾ റാങ്ക് വെച്ച് എന്തൊക്കെ കിട്ടും, എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് സംവദിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് ഓൺലൈൻ വെബിനാറാണത്. തികച്ചും സൗജന്യമായ ഒരു പ്രോഗ്രാമാണ്. ഈ സൗജന്യ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾ ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷന് കരിയർ ഗുരുവിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതിന്റെ ഫോളോ അപ്പിന് വേണ്ടി ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്ത് അതിന്റെ ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ സംശയങ്ങൾ തീർക്കാനും നിങ്ങൾക്കൊരു നടപടിക്രമങ്ങളിൽ എങ്ങനെ പങ്കെടുക്കാം എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാനും ഈ പ്രോഗ്രാം കേൾക്കുക. ഇതിന് തുടർ നടപടിക്രമങ്ങളിൽ പങ്കാളിയാവുക. ഏവർക്കും സ്വാഗതം. ബൈ ബൈ. Career Guru, molding your future.